വേഗം നടക്കണ്ടേ ഇവളെ. നമ്മളെയും കാത്തുമ്മച്ചി പേരേല് നിൽക്കുന്നുണ്ടാവും. ഈ സാധനം കൊണ്ടു കൊടുക്കണേ. എടാ ഉസ്മാനെ, ഇതെന്തോന്ന് ഇതിലുള്ളത്? ഇതോ, ഇത് കുറച്ച് പച്ചക്കറിയാണ്. എടാ, എന്ത് പച്ചക്കറിയാ അതിലുള്ളത്? ഇത് ക്യാരറ്റും കാബേജ് ഒക്കെയാണ്. ഒന്ന് വേഗം നടക്കിങ്ങോട്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം എവിടെ എനിക്ക് പറയാനുള്ളത്? അതൊരു കാര്യമാണ്. അതല്ലേടി ചോദിച്ചത് എന്ത് കാര്യമാണെന്ന്? അത് പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ദാ ഈ വഴി പോയാൽ എവിടെ എത്തുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇല്ല, ആ വഴിയല്ലല്ലോ നമുക്ക് പോകേണ്ടത്. നേരെയുള്ള വഴിയല്ലേ? അതെ, നേരെയുള്ള വഴി തന്നെയാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ ഈ വഴി പോയാൽ എവിടെ എത്തുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? നീ എന്തൊക്കെയാ പിങ്കി മോളി പറയുന്നത്? ഒന്ന് വേഗം തെളിച്ചു പറ. അതായത് ഈ വഴി നേരെ പോയി കുറച്ച് മുന്നോട്ട് നടന്നാൽ അവിടെ ഒരു വളവുണ്ട്. ആ വളവ് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് മുന്നോട്ട് പോയാൽ അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിലൊരു സംഗതിയുണ്ട്. ഒരു സംഗതിയോ? എന്താ സംഗതിയാ ഇവിടെ അവിടെ ഉള്ളത്? അവിടെ ഇല്ലേ, ആ വീട്ടിൽ ഒരു കൂടുണ്ട്. ആ കൂട്ടിൽ കുറേ മുയലുകളുണ്ട്. എന്ത് മുയലുകളോ? അതെല്ലോ, അവിടുത്തെ ആ കൂട്ടിലെ നിറയെ മുയലുകളുണ്ട്. എടി പിങ്കി മോളെ, നീ കണ്ടിട്ടുണ്ടോ മുയലിനെ? ഞാൻ ഒരു വട്ടം കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിന്റെ അരികിൽ പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇതിലോട്ട് ഒരു വട്ടം മമ്മിയുടെ കൂടെ ആ വീട്ടിൽ പോയിരുന്നു. അപ്പ കണ്ടതാണ് മുയലിനെ. നമുക്ക് മുയലെന്ന് വെച്ചാലേ പേരത്തി ഇഷ്ടാണ്. എനിക്കും ഇഷ്ടാണ്. എനിക്കും ഇഷ്ടമാണ്. എങ്കിലൊരു കാര്യം ചെയ്താലോ? നമുക്ക് ആ മുയലിനെ കാണാൻ പോയാലോ? ആ ശരിയാ, നമുക്ക് കാണാൻ പോകാം. എടാ ഉസ്മാനെ, അതിന് നമ്മൾ അവിടേക്ക് പോയാൽ നീ വീട്ടിലെത്താൻ വൈകില്ലേ? അതൊന്നും സാരില്ല ഇവളെ, നമ്മൾ എന്തെങ്കിലും അമ്മച്ചിയോട് പറഞ്ഞോളാം. അവിടെ പോയാലേ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ക്യാരറ്റും കാബേജും ഒക്കെ ആ മുയലിന് കൊടുക്കുകയും ചെയ്യാലോ. എടാ ഉസു, അത് സൂപ്പർ ഐഡിയ ആയിട്ടുണ്ടല്ലോടാ. എങ്കിൽ സെറ്റ്, വാ നമുക്ക് പോകാം. നോക്കി നിൽക്കാതെ വേഗം നടക്കണ്ട ഇവളെ. അതിലൂടെയാണ് അവിടേക്ക് പോകേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. എടി പിങ്കി മോളെ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അതെ അതെ, ഇവിടെ ആരാ താമസിക്കുന്നത്? ഇതൊരു പാവ മുത്തശ്ശിയുടെ വീടാണ്. ഇവിടെ ഒരു മുത്തശ്ശിയെ താമസിക്കുന്നത്. നമുക്ക് ആ മുത്തശ്ശിയോട് ചോദിച്ചു നോക്കാം, നമുക്ക് മുയലുകളെ കാണിച്ചു തരുമോ എന്ന്. അല്ലിബളെ, അത് ചോദിക്കണമെങ്കിൽ ആദ്യം മുത്തശ്ശിയെ കാണണ്ടേ? അതിന് മുത്തശ്ശി എവിടെ? നിങ്ങൾ ഇങ്ങോട്ട് വാ, നമുക്ക് വിളിച്ചു നോക്കാം. മുത്തശ്ശി, മുത്തശ്ശി, ഇവിടെ ആരും ഇല്ലേ? മുത്തശ്ശി, മുത്തശ്ശി. ആരാ അവിടെ ഉള്ളത്? അതാ മുത്തശ്ശി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആരാ അത് വിളിച്ചത്? ഞങ്ങളാ മുത്തശ്ശി. ഇതേതായി കുട്ടിയോളെ? അല്ല കുട്ടിയോളെ, നിങ്ങൾ എവിടെ ഉള്ളതാ? ഞങ്ങളെ ആ വളവിന്റെ താഴെയാണ് മുത്തശ്ശി. ആണോ? എന്താ പിള്ളേരെ നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? മുത്തശ്ശി, ഞങ്ങളൊരു കാര്യം ചോദിച്ചാൽ സമ്മതിക്കുമോ? എന്താ കുട്ടിയോളെ നിങ്ങൾക്ക് വേണ്ടത്? അത് പിന്നെ മുത്തശ്ശി, ഇവിടെ കുറെ മുയലുകളില്ലേ, ഞങ്ങൾക്ക് മുയലുകളെ ഒന്ന് കാണിച്ചു തരുമോ? അതെ മുത്തശ്ശി, ഞങ്ങൾ അതിനെ ഒന്നും ചെയ്യില്ല. ഞങ്ങൾക്ക് അതിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ചെറുക്ക, നിന്റെ മുഖം എവിടെയോ കണ്ട നല്ല പരിചയമുണ്ടല്ലോ. നീ എവിടെയാടാ? ഞമ്മളും താഴത്തെ വളവ് കഴിഞ്ഞിട്ട് 4ാമത്തെ വീട്ടിലാണ്. നിന്റെ പൊരപ്പേരെന്താടാ? നീ ആരുടെ മോനാ? ഇങ്ങക്ക് പാത്തൂനെ അറിയാവോ? പാത്തൂന്റെ മോന്റെ മോനാണ് ഞാൻ. ഏത്? നമ്മളെ പാത്തുമ്മാന്റെതോ? ഓ, നമ്മളെ വലിയ ചങ്ങയ്യാണേ. നമ്മളെ വല്യമ്മയുടെ ചങ്ങയ്യാണ് നിങ്ങള്. ചങ്ങയ്യാണെന്നോ? ഞങ്ങൾ ഒറ്റ കൂട്ടാണേ. എനിക്കിപ്പോ മുട്ടുവേദന കൊണ്ട് അങ്ങോട്ടേക്കൊന്നും നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊന്നും വരാത്തത്. മുത്തശ്ശി, എങ്കിൽ ഞങ്ങൾക്ക് മുയലിനെ ഒന്ന് കാണിച്ചു തരുമോ? അത് പിന്നെന്ത് ചോദ്യാടാ? പാത്തുന്റെ മോനിക്ക് നമ്മളെ മുയലിനെ കാണിച്ചു തരാണ്ട് നിൽക്കാനോ? നിങ്ങൾ പോയി നോക്കിക്കോളി. ഞമ്മക്ക് ആകെ ഉള്ളൊരു സ്വത്താണ് ആ മുയൽക്കുട്ടന്മാര്. നിങ്ങൾ അതിനെ ഒന്നും ചെയ്യരുത് കേട്ടോ. അയ്യോ ഇല്ല മുത്തശ്ശി, ഞങ്ങളൊന്നും ചെയ്യില്ല. ശരി മക്കളെ, എങ്കിൽ ദാ അവിടെയാണ് മുയൽക്കൂട്. നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിക്കോളൂ.
സൂക്ഷിച്ചു പോണേ മക്കളെ. ശരി മുത്തശ്ശി, വേഗം വാടാ, നമുക്ക് ചെന്ന് നോക്കാം. ഹോ, ഈ മുത്തശ്ശിക്ക് സമാധാനം ഇങ്ങനെ ആരെങ്കിലും ഒക്കെ മുയൽക്കുട്ടന്മാരെ കാണാൻ വരുന്നത് എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഞാൻ ഇവിടെ തനിച്ചല്ലേ. പാവം നല്ല പിള്ളേരി. ഒന്ന് വേഗം വാടാ. ദാ ആ സൈഡിലാ മുയലുകളുള്ളത്. ഹായ്, എന്തോരം മുയലുകളാ ഇവിടെ ഉള്ളത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ കുറെ മുയലുകളുണ്ടെന്ന്. ദാ നോക്ക് പിങ്കി മോളെ, ആ വൈറ്റ് മുയലിനെ കാണാൻ എന്ത് ഭംഗിയാണെന്ന്. അതെ അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടത് ദേ ഈ ബ്രൗൺ മുയലിനെയാണ്. ഞമ്മക്ക് ഇതിനെ പെരുത്തി ഇഷ്ടായി. ഹോ, എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇത്രയും കാലം ഇതിനെയൊക്കെ കാണാൻ വരാതിരുന്നതിൽ സങ്കടപ്പെടുന്നു ഞാൻ. എടാ ഉസു, നിന്റെ കയ്യിലുള്ള ക്യാരറ്റും കാബേജൊക്കെ എഡിറ്റിംഗൊക്കെ കൊടുക്കാം നമുക്ക്. കൊടുക്കാം. എടാ മുയൽക്കുട്ട പോകാതെടാ, എനിക്കും തൊടണം മുയലിനെ. അയ്യോ എടാ കള്ള, നീ പോകാതെ. ഹോ, എന്ത് രസാലേ ഇതിറ്റിങ്ങളെ കളി കാണാൻ. അതെ, ഞമ്മക്ക് വേണ്ടായിരുന്നൊരു മുയൽക്കുഞ്ഞിനെ. വല്യമ്മ സമ്മതിക്കില്ല, അത് ഉറപ്പാ. വല്യമ്മച്ചിക്ക് ആകെ ഇഷ്ടം പശുവിനെ മാത്രാണ്. സാരില്ലടാ, അന്റെ വല്യമ്മക്ക് പശുവെന്ന് വെച്ച കൂടെ പിറപ്പല്ലേ, അതുകൊണ്ടാണ്. അതെ, ഞമ്മക്കറിയാതെ. എടാ ഉസ്മാനെ, നിന്റെ കയ്യിലത്തെ പച്ചക്കറികൾ ഈ മുയൽക്കുട്ടന്മാർക്ക് കൊടുക്ക്. അതെ അതെ, നമ്മൾ അധിക സമയം ഇതിന്റെ അടുത്ത് നിന്നാൽ ചിലപ്പോ മുത്തശ്ശിക്ക് ദേഷ്യം പിടിച്ചാലോ. ശരി ക്യാരറ്റും കാബേജൊക്കെ നമ്മൾ ഇതൊക്കെ മുയൽക്കുട്ടന്മാർക്ക് കൊടുത്താൽ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുമോ? അതൊരു പാവം മുത്തശ്ശിയടാ, ഒന്നും പറയത്തില്ലായിരിക്കും. വാ, നമുക്ക് കൊടുക്കാം. ധാരാ മുയൽക്കുട്ട, കഴിച്ചോടാ. അതിട്ട് നിങ്ങൾക്ക് പെരുത്തി ഇഷ്ടായിന്ന് തോന്നുന്നു. അതെ അതെ, നമുക്കിനി തിരിച്ചു പോയാലോ? എടാ ഉസ്മാനെ, പച്ചക്കറി എവിടെയെന്ന് ചോദിച്ചാൽ നീ എന്ത് പറയും വീട്ടിൽ? ആദ്യം നമ്മൾ ബെല്ലിമാരോടൊന്നും പറയില്ല. ബെല്ലിമാരോട് പറഞ്ഞാലാണ് ചീത്ത കൊള്ള. നമ്മളെ ഉമ്മച്ചിയോട് പറയും. ഉമ്മച്ചിയാകുമ്പോ ഒന്നും പറയത്തില്ല. നീ ഒരു നല്ല കാര്യടാ ചെയ്തത്. അതെ അതെ, പാവം ഇത് നിങ്ങളുടെ വിശപ്പ് മാറിയില്ലേ. നമ്മൾ പിന്നെ ഫേമസ് ആയാ. നമ്മൾ ആരാ മോനെ? എടി പിങ്കി മോളെ, അന്റെ ഉസുവിളി വേണ്ട കേട്ടോ. അയ്യോ, എന്തു വാടി ഇത്? എത്ര സമയമായി കിടന്നുറങ്ങുന്നു, എഴുന്നേൽക്കുന്നില്ലേ? കുഞ്ഞാറ്റെ, എടി കുഞ്ഞാവേ, നിങ്ങളെ വിളിക്കുന്നത്. സ്കൂളില്ലാന്ന് വെച്ച് രണ്ടുപേർക്കും ഇങ്ങനെയുണ്ടോ ഓർക്ക്? നിങ്ങളോടാ പറഞ്ഞത് എഴുന്നേൽക്കാൻ. ദേ, എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കൊള്ളും കേട്ടോ. വേഗം എഴുന്നേൽക്കാനാ പറഞ്ഞത്. ഒന്ന് മിണ്ടാതിരി അമ്മ, ഞങ്ങൾ കുറച്ചുകൂടെ കിടക്കട്ടെ. ആഹാ, കൊള്ളാൻ ഐഡിയ. AC വിട്ട് പുതപ്പം പോച്ചുള്ള നിങ്ങൾ ഉടക്കുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം അത്. അയ്യോ അമ്മ, പുതപ്പ് നീക്കാതെ തണുക്കുന്നു. ആഹാ, ചൂടാക്കി തരാം, ഇപ്പൊ ചൂടാക്കി തരാം. നല്ല തിളച്ച വെള്ളം എടുത്ത് മോന്ത കൊയിച്ചാലേ രണ്ടുപേരും മേനേറ്റ് ഓടുന്നത് കാണാം. ചെയ്യണോടി ഞാനങ്ങനെ ചെയ്യണോന്ന്? രണ്ടുപേരുടെ അഭിനയിച്ചുള്ള കിടത്തം കാണുമ്പോഴേ മനുഷ്യന് ഭ്രാന്താ പിടിക്കണത്. എഴുന്നേൽക്കുന്ന ഒരു ലക്ഷണവും ഇല്ല അല്ലേ? കാണിച്ചു തരാം, ചൂട് വെള്ളം എടുത്തിട്ട് വരുന്നു ഞാൻ. അയ്യോ അമ്മ, ചതിക്കല്ലേ. ഇതാ ഞങ്ങൾ എഴുന്നേറ്റു. എന്തിനാ അമ്മ ഇങ്ങനെ ഉറങ്ങി നടന്ന് ശല്യം ചെയ്യുന്നത്? ശല്യം ചെയ്യുന്നെന്നോ? സമയം എന്തോരമായെന്നുള്ള വല്ല വിചാരമുണ്ടോ നിങ്ങൾക്ക്? സമയം ഇവിടെ 10-11 മണിയായി. എന്തിനാ അമ്മ ഇങ്ങനെ നുണ പറയുന്നത്? അമ്മക്ക് എപ്പോഴും ഉള്ളതാ രാവിലെ 8 മണിക്ക് വിളിച്ചിട്ട് സമയം 10 മണിയായി എന്ന് പറയൽ. അതെടി, അതെ, സമയം 8 മണിയായിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് വല്ല പണിക്കും എന്നെ സഹായിച്ചാൽ എന്താ? എന്തോരം പണികളുണ്ട് ഇവിടെ. മുറ്റമടിക്കണം, അലക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, അങ്ങനെ എന്തെല്ലാം തരം പണികളുണ്ട്. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ എപ്പോഴും ചെയ്യാറ്? സ്കൂളില്ലാത്ത ദിവസമെങ്കിലും നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിച്ചുകൂടെ? ആ മുറ്റത്തുള്ള ഒരു കച്ചറ നോക്ക്. ആരെങ്കിലും കണ്ടാൽ വിചാരിക്കും ഇവിടെ ആൾപ്പാപ്പില്ലാത്ത വീടാണെന്ന്. 2 പെൺകുട്ടികളുള്ള വീടല്ലേ ഇത്? 2 അല്ല 3. അമ്മയമ്മില്ലേ ഇവിടെ? ആഹാ, കൊള്ളാലോ. തർക്കുത്തരം പറഞ്ഞോടി നീ, തർക്കുത്തരം പറഞ്ഞോ? നിനക്കൊക്കെ പിങ്കി മോളെ കണ്ട് പഠിച്ചുകൂടെ? എന്തൊക്കെ സഹായങ്ങൾ അവൾക്കൊക്കെ ചെയ്തു കൊടുക്കുന്നത്? നിങ്ങളുടെ കൂടെ ഉള്ളതല്ലേ ഉസ്മാൻ? അവനല്ലെങ്കിൽ ഒരു ആൺകുട്ടിയല്ലേ? അവൻ എന്തോരം പണികളാണ് അവിടെ ചെയ്തു കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു പണിക്ക് നിങ്ങളെ കിട്ടുന്നുണ്ടോ? ഓ അമ്മ, ഇങ്ങനെ രാവിലെ തന്നെ വഴക്ക് പറയാതെ. ഞങ്ങളിപ്പോ എന്തോന്നാ ചെയ്യേണ്ടത്? നിങ്ങൾ പോയിട്ട് ആ മുറ്റമൊക്കെ അടിച്ചു വാരി, അത്ര തന്നെ. ശരി, ചെയ്തോളാം. പക്ഷേ കുഞ്ഞാവിയോട് വരാൻ പറയണം. ആഹാ, കൊള്ളാലോ. ഞാനെന്തിനാ പറഞ്ഞത്? നീയല്ലേ ചെയ്തോളാം എന്ന് പറഞ്ഞത്? നീ തന്നെ ചെയ്താ മതി. എനിക്കൊന്നും വയ്യ മുറ്റമൊന്നും തൂത്തു വരാൻ.
എനിക്കിവിടെ വേറെ ഇഷ്ടം പോലെ പണികളുണ്ട്. എന്ത് പണിയാണ് നിനക്കുള്ളത്? എന്ത് പണിയാണെന്ന്? അവിടെ ഇവിടെ വായി മറിച്ച് നിൽക്കലല്ലേ നിന്റെ പണി? അതെടി, അതെ, അത് തന്നെ എന്റെ പണി. എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല മുറ്റം അടിച്ചു വരാനൊന്നും. ആഹാ അമ്മ ദാ നോക്ക്, അവള് ചെയ്യുന്നില്ലെങ്കിൽ ഞാനും ചെയ്യില്ല. അല്ലടി, അതിന് ഞാനാണോ മുറ്റം അടിച്ചു വരാമെന്ന് ഏറ്റെടുത്തത്? നീയല്ലേ, നീ തന്നെ ചെയ്താ മതി. ഞാനേ നമ്മൾ രണ്ടുപേരും ചെയ്യുമെന്നാ പറഞ്ഞത്, അല്ലാതെ ഞാൻ ഒറ്റയ്ക്കല്ല. എന്നോടാരടി എന്റെ കാര്യം ഏറ്റെടുക്കാൻ പറഞ്ഞത്? എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം, നീ നോക്കണ്ട. എന്റെ പൊന്നോ, ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരുടെയും തർക്കം? ഒരു മുറ്റം അടിച്ചു വരാൻ പറഞ്ഞതിനാണോ ഇങ്ങനെ വഴക്കിടുന്നത്? ഇങ്ങനെ രണ്ട് വഴക്കാൽ കുട്ടികളെയാണല്ലോ എനിക്ക് കിട്ടിയത്. ചെയ്യണ്ടടി, ചെയ്യണ്ട, നിങ്ങൾ രണ്ടുപേരും ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ഇത്രയും കാലം ഞാൻ തന്നെയല്ലേ ചെയ്തത്. പിന്നെ സ്കൂളില്ലാത്ത ദിവസം എന്തെങ്കിലും ഒരു സഹായം കിട്ടിക്കോട്ടെ എന്ന് കൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. മടുത്തു, ഇനി ഞാൻ പറയത്തില്ല. നിങ്ങൾ രണ്ടുപേരും പുറച്ചു മൂടി കിടക്കുവോ ഉറങ്ങുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ ഇങ്ങ് പോന്ന. എടി ചേച്ചി, എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? നീ സൂപ്പർ ആടി, നമ്മുടെ ഐഡിയ വർക്കായി. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടത് കൊണ്ട് അമ്മ പേടിച്ചോടി. അതെ അതെ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ അടിച്ചു വരേണ്ടി വന്നേനെ മുറ്റമൊക്കെ. ഓ, മുറ്റം അടിച്ചു വരാൻ മാത്രമോ? ഈ വീട്ടിലത്തെ പണി മുഴുവൻ ചെയ്യേണ്ടി വന്നേനെ. അതെ, സ്കൂളിലോ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്, അതിന്റെ പുറമെ വീട്ടിലത്തെ പണിയും കൂടെ ചെയ്യാൻ എനിക്കെങ്ങും വയ്യ. അയ്യോ അമ്മ, പണി പാളിയേ. ഓഹോ, അപ്പൊ രണ്ടുപേരുടെ മടവാണല്ലേ ഇത്? എനിക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നടി ഇതൊക്കെ നിങ്ങളുടെ അടവാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത്. കാണിച്ചു തരാം ഞാൻ രണ്ടിനും. പച്ച വെള്ളം തരില്ല ഇന്ന് രണ്ടിനും ഞാൻ ഇവിടെ നിന്ന്. അയ്യോ അമ്മ, ചതിക്കില്ലേ? ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണേ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടും കൂടെ ഇന്ന് പട്ടിണി കിടന്നോ. അയ്യോ അമ്മ പോവല്ലേ, അയ്യോ അമ്മ പോവല്ലേ. ആ, അവിടെ നിന്ന് പാട്ടും പാടി നിന്നോ. എന്റെ തീരുമാനത്തിലെ ഒരു മാറ്റവുമില്ല. സോറി അമ്മ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. രണ്ടുപേരും ഒന്നും പറയണ്ട, നിങ്ങൾക്ക് അമ്മയോട് ഒരു സ്നേഹമില്ലാന്ന് എനിക്ക് മനസ്സിലായി. ആ പിങ്കി മോൾക്കൊക്കെ അവളുടെ അമ്മയോട് എന്ത് സ്നേഹമാണെന്നോ. ഓ, ഈ പിങ്കി മോളെയും കൊണ്ട് വലിയ ശല്യമായല്ലോ. അവളുടെ അമ്മ പറയുന്നതൊക്കെ അവൾ അനുസരിക്കും, ഞാൻ പറയുന്നത് അനുസരിക്കാൻ ഇവിടെ ആരുമില്ല. അയ്യോ അമ്മ, ഇങ്ങനെ സങ്കടപ്പെടാതെ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്, സോറി. പ്ലീസ് അമ്മ, ഒന്ന് ക്ഷമിക്ക്, ഞങ്ങൾ ചെയ്തോളാം എല്ലാ പണികളും. വേണ്ട, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. പ്ലീസ് അമ്മ, അങ്ങനെ പറയാതെ. സോറി പറഞ്ഞില്ലേ പിന്നെന്താ? അതെ അമ്മ, ഒന്ന് ക്ഷമിക്കമ്മ, പ്ലീസ് അമ്മ, നല്ല അമ്മയല്ലേ. ശരി, എന്നാൽ വാടി കുഞ്ഞാറ്റെ, നമുക്ക് പോയിട്ട് എല്ലാ പണികളും ചെയ്യാം. ശരി. എന്റെ അടുത്ത രണ്ടിന്റെ കളി. എന്തായാലും നിങ്ങളെ പ്രസവിച്ചത് ഞാൻ തന്നെയല്ലേ. എന്നെ പറ്റിക്കാൻ നോക്കിയതാണല്ലേ, ഇപ്പൊ ശരിയാക്കി തരാം. പാവങ്ങൾ. ഓഹോ, എടി കുഞ്ഞാവേ, എന്താടി? ആരോട് ചോദിച്ചാടി ഫോൺ എടുത്തത്? നീ ആരും കാണാതെ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് കളിക്കുകയല്ലേ? നിക്ക്, അമ്മയോട് പറഞ്ഞെടുക്കട്ടോ. അമ്മ, അമ്മ. നീ വിളിക്കടി, വിളിച്ചു കൂൾ. എന്താടി നിർത്തിയത്? വിളിച്ചോടി, വിളിച്ചോ? അമ്മനെ വിളിച്ചോട്ടാ നീ. എനിക്കൊരു പേടിയുമില്ല, കാരണം എനിക്ക് ഫോണ് തന്നത് തന്നെ അമ്മയാ. അമ്മയോ? അതെടി, അതെ, എനിക്ക് അമ്മ തന്നതാണ് ഈ ഫോണ്. അമ്മേ, അമ്മ. ഒന്നിങ്ങ് വാട്ടോ അമ്മ. ഒരു സെൽഫി എടുക്കാം. കണ്ടോ അമ്മ, കണ്ടോ അമ്മയുടെ മോൻ സെൽഫി എടുത്ത് കളിച്ചോണ്ടിരിക്കുന്നത്? എടി കുഞ്ഞാവേ, ഹായ് അമ്മ. അമ്മ ഒന്ന് ചിരിച്ചേ. ഒന്ന് ചേർന്ന് ചിരിക്കണ്ട അമ്മ. അമ്മ, എന്തോ നമ്മ ഇത്? അമ്മ ഫോൺ എടുക്കാൻ അവളെ ചീത്ത പറയാൻ വന്നതോ അതോ അവളുടെ കൂടെ സെൽഫി എടുക്കാൻ വന്നതോ? അതെ അതെ അതെ, അത് പിന്നെ. ഇടി കുഞ്ഞാവേ, നീ ആരോട് ചോദിച്ചാടി ഫോൺ എടുത്തത്? നിന്നോട് ചാർജ് ഇടാൻ വേണ്ടിയിട്ടല്ലേ ഫോൺ തന്നു വിട്ടത്, അല്ലാതെ ഫോണിൽ കളിക്കാനാണോ? അവൾ അവിടെ നിന്ന് ഫോണും കൊണ്ട് കളിക്കാൻ നിൽക്കുന്നു. നിന്നോട് പറഞ്ഞ ഫോണിങ് തരാൻ. ആ ഫോണിങ് തന്നെ. സ്കൂളില്ലാന്ന് കൊണ്ട് പിള്ളേരെയും കൊണ്ട് എന്ത് ശല്യമാണെന്നോ. ഇപ്പൊ സമാധാനായിടി നിനക്ക്? അതെടി, അതെ, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. നിന്നോട് അമ്മ പറഞ്ഞ പണി ചെയ്തോടി നീ. എന്ത് പണിയാണ് അമ്മ എന്നോട് പറഞ്ഞത്? നിന്നോടല്ലടി അമ്മ കടയിൽ പോകാൻ പറഞ്ഞത്. നീ കടയിൽ പോയോ? എനിക്കങ്ങ് വയ്യ കടയിൽ പോകാൻ. മക്കളെ, മക്കളെ, എത്ര സമയമായി മക്കളെ അമ്മ കടയിൽ പോകാൻ പറയുന്നു? നിങ്ങൾ ഇതുവരെ പോയില്ലേ? ആ, അമ്മ ഇവളോടല്ലേ കടയിൽ പോകാൻ പറഞ്ഞത്, അവളോട് തന്നെ പോകാൻ പറ. അമ്മയുടെ പുളിസോ, എനിക്കങ്ങ് വയ്യ കടയിൽ പോകാൻ, ഞാനിങ്ങ് പോകില്ല. വേണമെങ്കിൽ നീ തന്നെ പോയി കടയിൽ. ആഹാ, ഞാനെന്തിനാ കടയിൽ പോകുന്നത്? നിന്നോടല്ലേ അമ്മ കടയിൽ പോകാൻ പറഞ്ഞത്, അപ്പൊ നീ തന്നെ പോയാ മതി. ഇല്ലടി, ഇല്ല, ഞാൻ പോകത്തില്ല. ഇന്നലെ ഞാനല്ലേ കടയിൽ പോയത്, അതുകൊണ്ട് ഇന്ന് നീ പോയാൽ മതി. എടാ മക്കളെ, അവിടെ അച്ഛൻ സാധനം
സാധനം എടുക്കാൻ പോകത്തില്ല. അവളാകുമ്പോ അവൾക്ക് പകുതി സാധനം എടുക്കാമല്ലോ. ഹോ, നീ അതിന്റെ കിള്ള കുഞ്ഞനൊന്നുമല്ലല്ലോ. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നിനക്ക് എടുക്കാം. എനിക്കൊന്നും വയ്യ. ഞാൻ പോകത്തില്ല പോകത്തില്ല പോകത്തില്ല. ആഹാ, ഞാനും പോകത്തില്ല പോകത്തില്ല പോകത്തില്ല. വേണ്ടടി വേണ്ട, രണ്ടുപേരും പോകണ്ട. ഞാൻ തന്നെ പോയിട്ട് എടുത്തോളാം. അല്ലെങ്കിലും നിങ്ങളെ കൊണ്ട് എനിക്കൊരു ഉപകാരം കിട്ടത്തില്ലല്ലോ. ആ പിങ്കി മോളും ഉസ്മാനും ഒക്കെ എന്തൊക്കെ പണിയാ അവരുടെ വീട്ടിൽ എടുക്കുന്നത്? എന്തെങ്കിലും ഒരു സഹായം നിങ്ങളെ കൊണ്ട് എനിക്ക് കിട്ടാറുണ്ടോ? ഇതൊക്കെ എന്റെ വിധി, അല്ലാണ്ട് എന്താ? ഞാൻ തന്നെ പോയിക്കോളാം. അമ്മ, എന്ന് ഞാൻ വരാം മമ്മിയുടെ കൂടെ. ഹോ, നന്നായി മക്കളെ. എന്നാ മക്കൾ എന്റെ കൂടെ വാ. നമുക്ക് രണ്ടുപേർക്കും പോയി സാധനം എടുത്തിട്ട് വരാം. ഹാ, എന്നാ പിന്നെ ഞാനും വരാം മമ്മിയുടെ കൂടെ. അയ്യോ വേണ്ട മക്കളെ, ഒരാൾ വന്നാൽ മതി, രണ്ടുപേരുടെയും ആവശ്യമില്ല. ഹാ, കേട്ടല്ലോ കുഞ്ഞാറ്റെ, നീ പോകണ്ട, അമ്മയുടെ കൂടെ ഞാൻ പോയിക്കോളാം. ആഹാ, കൊള്ളാലോടി കുഞ്ഞാറ്റെ നിന്റെ ഐഡിയ. അമ്മയും സാധനം എടുക്കാൻ കൂടെ വരുന്നുണ്ടെന്ന് കണ്ടപ്പോ നീ മെല്ലെ കാല് മാറിയതല്ലേ? അമ്മ വാങ്ങിച്ചിരുന്ന ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിട്ടല്ലേ നീ കൂടെ വരുന്നത്? എന്താണെങ്കിലും സാരമില്ല, ഞാനും കൂടെ വരുന്നുണ്ട്. കണ്ടമ്മ കണ്ട, അവളോട് കൂടെ വരണ്ടെന്ന് പറ. മക്കളെ, രണ്ടുപേരുടെയും ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ? ഒരാൾ വന്നാൽ മതി കൂടെ. എടി കുഞ്ഞാറ്റെ, അമ്മ പറഞ്ഞത് നീ കേൾക്കുന്നില്ലേ? നിന്നോട് പോകണ്ട എന്ന്. ആഹാ, എന്നോടല്ല പോകണ്ടെന്ന് പറഞ്ഞത്, നിന്നോടാണ് പോകണ്ടെന്ന് പറഞ്ഞത്. നീ ഇവിടെ തന്നെ നിന്നാ മതി. അല്ലെങ്കിൽ എത്ര സമയമായി അമ്മ പറയുന്നു കടയിൽ പോകാൻ? അപ്പോഴൊന്നും നിനക്ക് പോകാൻ തോന്നിയില്ലേ? ഞാനിപ്പോ കടയിൽ പോകാൻ നോക്കുമ്പോഴാണ് നിനക്ക് മുട്ടുന്നത്. നീ പോരണ്ട, നീ ഇവിടെ തന്നെ നിന്നാ മതി. വാ അമ്മ, നമുക്ക് പോകാം. അതെ മോളെ, നീ പോരണ്ട, നീ ഇവിടെ തന്നെ നിന്നോ. ഞങ്ങൾ പോയി വേഗം വരാം. അമ്മ, അമ്മക്ക് ചേച്ചിയോട് മാത്രമേ സ്നേഹമുള്ളൂ. ഈ കുഞ്ഞാവിയോട് ഒരു സ്നേഹവുമില്ല. അമ്മ, എന്നെയും കൂട്ടമ്മ. മിണ്ടാതിരിക്കാൻ. നിന്നോടാ പറഞ്ഞ മിണ്ടാതിരിക്കാൻ. എത്ര സമയമായിട്ട് ഞാൻ പറയുന്ന കടയിൽ പോകാൻ? അപ്പോഴൊന്നും നിങ്ങൾക്ക് പോകാൻ തോന്നിയില്ലേ? എടി കുഞ്ഞാവേ, നീ വഴക്കാക്കാനായിട്ടുണ്ടായതാണോ? ഇല്ല അമ്മ, ഞാനിവിടെ ഒറ്റക്ക് നിൽക്കില്ല അമ്മ. എനിക്ക് വരണം കടയിൽ. അമ്മക്ക് അവക്ക് മാത്രം ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാനല്ലേ? എനിക്കും വേണം ഐസ്ക്രീം. എടി, ഞാൻ അവിടെ ആർക്കും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാനല്ല പോകുന്നത്. അച്ഛൻ വാങ്ങിച്ച സാധനം എടുക്കാൻ കടയിൽ പോവുകയാണ്. അമ്മ ഒന്നും പറയണ്ട, എനിക്കറിയാം അവൾക്ക് അവിടെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുമെന്ന്. ഞാനും വരുന്നു, എനിക്കും വരണം. എന്തിനാണ് നീ നിന്ന് കളിക്കുന്നത്? നോക്കമ്മ നോക്ക്, അവളുടെ ഒരു വാശി നോക്ക്. എടി കുഞ്ഞാവേ, നിന്റെ കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. നിന്നോടല്ലേ പോരണ്ടെന്ന് പറഞ്ഞത്? നീ ഇവിടെ നിന്നാ മതി, ഞങ്ങൾ പോയിട്ട് സാധനം എടുത്തോളാം. ഇല്ല അമ്മ ഇല്ല, ഞാൻ ഇവിടെ നിൽക്കത്തില്ല, ഞാനും വരും. അയ്യേ, ഇതെന്തോന്നാ ഇവിടെ അമ്മയും മക്കളും തമ്മിലൊരു അടിപിടി? ഇജ്ജെന്തിനാ ഇവിടെ കരയണത്? കുട്ടികളായാലേ കുറച്ച് അനുസരണ വേണം, ഇവർക്ക് തീരെ അനുസരണയില്ല. അയ്യോ, എന്ത് പറ്റി സുമാൻഡി? ഒന്നും പറയണ്ട മക്കളെ, എന്റെ തലവിധി, അല്ലാണ്ട് എന്തോന്നാ? ഇതിങ്ങൾ രണ്ടിന്റെ കുരുത്തക്കട കൊണ്ട് മനുഷ്യൻ ഇവിടെ തലക്ക് ഭ്രാന്താ പിടിക്കണത്. ഒരു കടയിൽ പോകാൻ പറഞ്ഞാണ് ഇത്രയും പ്രശ്നം ഇവിടെ. അയ്യേ, കടയിൽ പോകാൻ പറഞ്ഞാണോ കുഞ്ഞാവേ നീ ഇങ്ങനെ കരയണത്? സുമിയാന്റി വിഷമിക്കണ്ട, ഞങ്ങൾ പോയിക്കോളാം കടയിൽ. കണ്ടോടി കണ്ടോ, ഞാൻ പറയാൻ നേരമില്ലാണ്ട് അത് നിങ്ങൾ പോകാമെന്ന് പറഞ്ഞത് കണ്ടോ? അമ്മ എന്തിനാ എന്നെ നോക്കി പറയണത്? അത് ഇവളോട് പറ. ഇവളല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്? ഞാനല്ല, നീ ആ പ്രശ്നം ഉണ്ടാക്കിയത്. ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കി? നീയല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്? അല്ല, നീ തന്നെ പ്രശ്നത്തിന്റെ കാരണക്കാരി. കണ്ടമ്മ കണ്ടോ, ഇവൾ നോട് പറയുന്നത് കണ്ടോ? ഇവളല്ലേ എല്ലാ പ്രശ്നത്തിന്റെ കാരണം. എന്നിട്ടിപ്പോ ഞാനാ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുന്നു. എന്തുവാ അമ്മ ഇവളിങ്ങനെ? എടി കുഞ്ഞാവേ, മതി സാധനം വാങ്ങിച്ചത്. സാധനം വേണ്ട, ഒരു കുന്തവും വേണ്ട. ഞാനിന്ന് ഇവിടെ ഒരു ഭക്ഷണവും ഉണ്ടാക്കുന്നുമില്ല. രണ്ടുപേരും ഇന്നിവിടെ മുഴുവൻ പട്ടിണി ആയിരുന്നോ? അതാ നല്ലത്. ഓ, ഇങ്ങനെയും ഉണ്ടോ എവിടെയെങ്കിലും രണ്ട് പിള്ളേര്? അയ്യോ സുമേന്റെ ദേഷ്യം പിടിക്കാതെ, ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞില്ലേ കടയിൽ? വേണ്ട മക്കളെ വേണ്ട, നിങ്ങൾ കണ്ടില്ലേ ഇതിന്റെ സ്വഭാവം? എപ്പം നോക്കിയാലും തല്ലി പിടിക്കാൻ ഇവർക്ക് നേരമുള്ളൂ. നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ തല്ലി പിടിക്കാറുണ്ടോ? എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ ഇവരിങ്ങനെ തല്ലി പിടിക്കുന്നത്? അയ്യോ അമ്മ, അമ്മക്ക് വിഷമമായോ? സോറി അമ്മ. അതെ അമ്മ, സോറി അമ്മ, പ്ലീസ് അമ്മ, സങ്കടപ്പെടാതെ അമ്മ, പ്ലീസ് അമ്മ, ഒന്ന് ചിരിക്കമ്മ. അമ്മ, ഈ കുഞ്ഞാവയുടെ മുഖത്തൊന്ന് നോക്കമ്മ, പ്ലീസ് അമ്മ. ഇനി ഞങ്ങൾ ഇങ്ങനെ വഴക്കിടില്ല അമ്മ, പ്രോമിസ്. സത്യമാണോ നിങ്ങൾ പറയുന്നത്? സത്യം. ശരി, നിങ്ങൾ എന്റെ മക്കളെ കടയിൽ പോയിട്ട് സാധനം എടുത്തിട്ട് വാ. നിങ്ങൾ രണ്ടുപേരും കൂടെ ചെല്ലി. ശരി അമ്മ. അവര് മാത്രമല്ല ആന്റി, ഞങ്ങളും കൂടെ പോകാം. അതെ ആന്റി, ഞങ്ങളും കൂടെ പോകാം. ശരി മക്കളെ, എങ്കിൽ ശരി, നിങ്ങൾ 4 പേരും കൂടെ ചെല്ലി. എന്നിട്ട് വരുമ്പോ നിങ്ങൾക്ക് വേണ്ട ഐസ്ക്രീം വാങ്ങിച്ചോ. ഐസ്ക്രീമോ? സത്യമാണോ അമ്മ പറയുന്നത്? അതെ, സത്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട ഐസ്ക്രീം വാങ്ങിച്ചോ. ഓക്കെ, ജോളി. എങ്കിൽ ഞാൻ അടുക്കളയിലോട്ടേക്ക് ചെല്ലട്ടെ മക്കളെ. ഏടാ ഉസ്മാനെ, നമുക്ക് ഐസ്ക്രീം കിട്ടിയടാ. അതെ, നേരം കളയാണ്ട് വേഗം വരി, നമുക്ക് പോയിട്ട് വാങ്ങാം. എങ്കിൽ അങ്ങോട്ട് നടക്കട വേഗം. നാളെയല്ലേ എന്റെ ബർത്ത്ഡേ? ഓ, കിടക്കണ കിടപ്പാണ്ടില്ലേ കുട്ടി പിശാചിന്റെ. എടി കുഞ്ഞാറ്റെ, എന്തുവാടി ഓർക്കത്ത് വിളിക്കണത്? എടി ഒന്ന് കണ്ണു തുറക്കടി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുവാടി വിളിച്ചു കൂടത്? അയ്യോ പ്രേതോ. എടി
കുഞ്ഞാറ്റെ എന്തെന്നാടി നീ ഇങ്ങനെ പ്രേതം എന്നൊക്കെ പറയുന്നത്? അല്ലാതെ പിന്നെ രാവിലെ തന്നെ നിന്റെ ഈ കൊന്ത്രം പല്ലും കാട്ടി വിളിച്ചു നിന്നാൽ പ്രേതം എന്നല്ലാണ്ട് പിന്നെ എന്തോന്നാ വിളിക്കേണ്ടത്? എന്തോന്നടി നീ ഇങ്ങനെ? ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ്. എന്താണെങ്കിലും പറഞ്ഞു തൊലയ്ക്ക്. എടി അത് പിന്നെ ഞാൻ നിന്നോട് ഗുഡ് മോർണിംഗ് പറയാൻ വിളിച്ചതാണ്. ഗുഡ് മോർണിംഗോ? അതെന്തേ പതിവില്ലാത്തൊരു ഗുഡ് മോർണിംഗ് പറച്ചിൽ? അതെന്താ എനിക്ക് നിന്നോട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞൂടെ? അതൊന്നുമല്ല, അപ്പൊ എന്തോ കാര്യമുണ്ട്. എന്താണെങ്കിലും വേഗം പറ. എടി അത് പിന്നെ നിനക്ക് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓർമ്മയുണ്ടോ? നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകതയോ? നാളെ എന്തോന്ന് പ്രത്യേകത? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട്. അല്ലെങ്കിൽ നീ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത ചോദിക്കാനാണോടി എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയത്? നിനക്കത് അറിയണമെങ്കിൽ കലണ്ടറിലോ ഫോണിലോ പോയി നോക്കിയാൽ പോരെ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. എടി കുഞ്ഞാറ്റെ നീ ഇങ്ങനെ ചൂടാവാതെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന്. ഓ, നീ എന്തൊക്കെയാടി പറയണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി കുഞ്ഞാറ്റെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. വേണമെങ്കിൽ ഞാനൊരു ക്ലൂ തരാം. നാളെയാടി നിന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞു മാലാക കടന്നു വന്നത്. മാലാകയോ? അതേത് മാലാക? അങ്ങനെ ഒരു മാലാക കടന്നു വന്നതെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ ഇതേത് മാലാകയുടെ കാര്യമാ പറയണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിലും എനിക്കറിയാം നിനക്ക് എന്നോടൊരു സ്നേഹവും ഇല്ല എന്ന്. സ്നേഹമുണ്ടെങ്കിൽ നീ എന്തായാലും ഓർമ്മിക്കില്ലേ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന്? ഓ, നീ നിനക്ക് ഇണങ്ങാതെ കാര്യം പറയടി. എടി കുഞ്ഞാറ്റെ നാളെയാണ് എന്റെ ബർത്ത്ഡേ. നീ അത് മറന്നു അല്ലേ? അയ്യോ, ഇത് പറയാനാണോ നീ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കണത്? ഹോ, അപ്പൊ നാളെയാണോ ആ വൃത്തികെട്ട ദിവസം? എടി കുഞ്ഞാറ്റെ നീ ഇങ്ങനെ പറയാതെ. പിന്നെ പറയാതെ? അവൾ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകതയും കൊണ്ട് വന്നിരിക്കുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ല കുഞ്ഞാവേ? നാളെ നിന്റെ ബർത്ത്ഡേ ആണെന്നും കൊണ്ട് ഞാനെന്ത് വേണം? ഓ, നിനക്കപ്പോ എന്നോടൊരു സ്നേഹവും ഇല്ല അല്ലേ? എടി നാളെ നിന്റെ ബർത്ത്ഡേ ആണെങ്കിൽ നാളെയല്ലേ നീ അത് പറയേണ്ടത്. ഇന്ന് നീ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? നാളെയല്ലേ നിന്നെ വിഷ് ചെയ്യാൻ പറ്റൂ. അല്ല, അത് പിന്നെ നീ എനിക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരുന്നുണ്ടെങ്കിൽ തന്നോട്ടെ എന്ന് കൊണ്ട് പറഞ്ഞതാ ഞാൻ ഇന്ന് തന്നെ. പിന്നെ സർപ്രൈസ് തരാൻ പറ്റിയൊരു മുതല്. നീ നേരിട്ട് പോയ കുഞ്ഞാറ്റെ അവിടുന്ന്, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. നോക്കിക്കോടി, അടുത്ത മാസം നിന്റെ ബർത്ത്ഡേ വരുന്നില്ലേ? അപ്പൊ ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഓ, എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനേ എനിക്കറിയാം. നിന്റെ സഹായം വേണ്ട. നിന്നോട് ഞാനൊരു കൂട്ടമില്ല. നിന്നെ കിണങ്ങാതെ പോടി അവിടുന്ന്. അമ്മ, അമ്മ, എന്തുവാ മക്കളെ? അമ്മ, നമുക്ക് നാളത്തെ ദിവസം ഏതാണെന്ന് അറിയാമോ? ഓ, ഇത് ചോദിക്കാനാണോ ഇത്ര ദൂരം നീ ഇങ്ങോട്ടേക്ക് വന്നത്? അതറിയണമെങ്കിൽ ആ കലണ്ടർ ഒന്ന് നോക്കിയാ പോരെ എന്റെ കുട്ടി. അതല്ല അമ്മ, നമുക്ക് നാളത്തെ ദിവസം ഏതാണെന്ന് അറിയാമോ എന്ന്. നാളത്തെ ദിവസമോ? നാളത്തെ ദിവസം ഏതാണ്? ഓ ശരിയാ, നാളെ 10-ാം തീയതിയല്ലേ? ആ അതെ അമ്മ, നാളെ 10-ാം തീയതിയാണ്. ഓ, ഇപ്പോഴാണ് എനിക്കത് ഓർമ്മയായത്. നീ അത് ഓർമ്മിപ്പിച്ചു തന്നത് നന്നായി. ഓ, അമ്മയ്ക്കെങ്കിലും ഓർമ്മയുണ്ടല്ലോ അത്. നാളെയല്ലേ പാലിന്റെ പൈസ കൊടുക്കേണ്ടത്? നാളത്തെ ദിവസം ഏതെന്ന് ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ എന്റെ മോളെ അച്ഛൻ വന്നാലേ പാലിന്റെ പൈസ വാങ്ങി വെക്കാനും ഓർമ്മിപ്പിച്ചു തരണം. അയ്യോ അമ്മ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്തോന്നടി? അമ്മ, നാളെയല്ലേ എന്റെ പിറന്നാള്. ഓ ശരിയാണല്ലോ, പറഞ്ഞതുപോലെ നാളെയല്ലേ നിന്റെ പിറന്നാള്. അമ്മയോട് അതങ്ങ് മറന്നു പോയി പൊന്നുമോളെ. ഓ സാരയില്ലമ്മ, നമുക്ക് ഒരുപാട് പണിയില്ലേ, പണി തിരക്കിന്റെ ഇടയിൽ മറന്നു പോയതാവും. അതെ അതെ. പിന്നെ നാളെ എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്? സദ്യ ഉണ്ടാക്കുന്നുണ്ടോ? കേക്ക് മുറിക്കുന്നുണ്ടോ? പിന്നെ നാളെ ഇടാൻ വേണ്ടിട്ട് എനിക്ക് ഡ്രസ്സ് എടുക്കണ്ടേ? നമ്മൾ എപ്പോഴാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്? ഇന്ന് പോകുന്നുണ്ടോ? എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കണം. നമുക്ക് വലിയ ആഘോഷിക്കണം. ഇവിടെ അവിടെയൊക്കെ ബലൂണൊക്കെ കെട്ടണം. ഒന്ന് പറ അമ്മ, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ഇപ്പൊ പോകുന്നുണ്ടോ അത് അമ്മയുടെ പണി കഴിഞ്ഞിട്ടാണ് പോകുന്നത്? എപ്പോ വേണമെങ്കിലും പോകാം മോളെ. പിന്നെ അതിനു മുന്നേ എന്റെ പൊന്നു മോളെ, അമ്മ ഷെൽഫിൽ അട്ടിക്ക് വെച്ച പൈസ ഒന്ന് ഇങ്ങോട്ട് എടുത്തു തന്നെ. അതുകൊണ്ട് നമുക്ക് ആഘോഷിക്കാം ബർത്ത്ഡേ ഒക്കെ. അമ്മ എന്തോന്ന് കമ്മാണ്? ഒന്ന് കിണങ്ങാതെ പോയ കുഞ്ഞാവി അവിടുന്ന്. ഇവിടെ മനുഷ്യന് 100 കൂട്ടം പൈസ പ്രശ്നങ്ങളുണ്ട്. അപ്പോഴാ അവളുടെ ഒരു ബർത്ത്ഡേ ആഘോഷം. ഈ മാസത്തെ പാലിന്റെ പൈസ കൊടുക്കണം, പത്രത്തിന്റെ പൈസ കൊടുക്കണം. ഇതൊക്കെ എവിടെ നിന്ന് എടുത്തു കൊടുക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാ അവൾ ഓരോ കുന്തം കൊണ്ട് വന്നിരിക്കണത്. അതൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് ബർത്ത്ഡേക്ക് പുതിയ ഡ്രസ്സ് വേണം. എന്തോന്നടി, കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിയ ഡ്രസ്സില്ലേ അതെന്നെ അങ്ങ് ഇട്ടാ മതി. കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിയ ഡ്രസ്സോ? അത് പഴയതല്ലേ അമ്മ? ആ പഴയതൊക്കെ ഇട്ട് ബർത്ത്ഡേ ആഘോഷിച്ചാ മതി. എനിക്ക് പുതിയ ഡ്രസ്സ് വേണം. എല്ലാരും ബർത്ത്ഡേക്കൊക്കെ പുതിയ ഡ്രസ്സ് ഇടുക, ഞാൻ മാത്രം എങ്ങനെ പഴയ ഡ്രസ്സ് ഇടാ? ഞാൻ ഇടില്ല, ഇനി ഞാൻ സ്കൂളിൽ പോകത്തില്ല. പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് വേണം എനിക്ക് നാളെ സ്കൂളിൽ പോകാൻ, അല്ലെങ്കിൽ ഞാൻ പോകത്തില്ല. നോക്കിക്കോ. ആ വേണ്ടടി വേണ്ട, നാളെ നീ സ്കൂളിൽ പോകണ്ട. നാളെ ഞായറാഴ്ച അല്ലേ? ഞായറാഴ്ച എവിടെ സ്കൂൾ ഉണ്ടാവില്ല. പിന്നെ തിങ്കളാഴ്ച, മറ്റന്നാളെ പോകുമ്പോൾ എന്തായാലും യൂണിഫോം ഇടണ്ടേ? അമ്മ ദേ കുഞ്ഞാവേ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ. നിന്നോട് മിണ്ടാണ്ട് അകത്തേക്ക് കയറി പോകാൻ പറഞ്ഞത്. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സും ഒരു കേക്കും കുറച്ച് മിഠായും പിന്നെ കുറച്ച് സദ്യ മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഓ അല്ലെങ്കിലേ മനുഷ്യന്റെ കയ്യിൽ 5-ന്റെ പൈസ ഇല്ല. ഇവിടെ എന്താ ഞാൻ വേണ്ടത്? നിന്നോടാ പറഞ്ഞത് അകത്ത് കയറി പോകാൻ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ലുകൊള്ളും കേട്ടോ. ഓരോന്ന് രാവിലെ തന്നെ ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എന്റെ ബർത്ത്ഡേ ആർക്കും ഓർമ്മയില്ലേ? അയ്യോ അച്ഛാ, അച്ഛാ, അച്ഛാ. അയ്യോ എന്ത് പറ്റി മക്കളെ? മക്കൾ എന്തിനാ ഇങ്ങനെ കരയണത്? അതൊക്കെ പിന്നെ പറയാം. അച്ഛാ, അച്ഛന് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത
നാളത്തെ ദിവസത്തിൻ്റെതോ? ആ, അച്ഛൻ ഓർമ്മയുണ്ട് മക്കളെ, നാളെ നമ്മുടെ വീടിന്റെ വാടക കൊടുക്കേണ്ടത്. ഓ, മോൾ ഓർമ്മിച്ച് നിന്നതായിരിക്കും അല്ലേ അത്? കുട്ടികളായാലേ ഇങ്ങനെ വേണം, ഗുഡ് ഗേൾ. അതൊന്നുമല്ല അച്ഛാ, നാളെ കുഞ്ഞാവയുടെ ബർത്ത്ഡേ ആണ്. ഇവിടെ ആർക്കും കുഞ്ഞാവയുടെ ബർത്ത്ഡേ ഓർമ്മയില്ല. ഞാൻ വിചാരിച്ച അച്ഛനെങ്കിലും ഓർമ്മയുണ്ടാകുമെന്ന്. അച്ഛനും എന്നെ ഓർമ്മയില്ല അല്ലേ? എനിക്ക് ആരുമില്ലേ? എന്റെ ബർത്ത്ഡേ ആരും ഓർമ്മിക്കുന്നില്ലേ? അയ്യോ മോളെ, നീ ഇങ്ങനെ കരയാതെ, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം? എന്റെ ബർത്ത്ഡേ ആർക്കും ഓർമ്മയില്ലല്ലോ, പിന്നെ എന്ത് പരിഹാരം ഉണ്ടാക്കാനാ? അയ്യോ, മോക്ക് വിഷമമായെന്ന് തോന്നുന്നു. എന്നോട് ആർക്കും ഒരു സ്നേഹവുമില്ല. എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇവിടെ ആരുമില്ല. എന്തോന്നടി നിന്ന് മോങ്ങണത്? എന്തേ നിന്റെ ബർത്ത്ഡേ ഇവിടെ ആർക്കും ഓർമ്മയില്ലേ? കര, ഉറക്ക കര. അല്ലെങ്കിൽ നിനക്ക് ഇത്തിരി കുറുമ്പ് കൂടുതലാ. അവളുടെ ഒരു ബർത്ത്ഡേ കൊണ്ട് വന്നിരിക്കണു. കിട്ടണം നിനക്ക്, കിട്ടിയാ പോരാ. എന്തൊക്കെയാ അവൾക്ക് വേണ്ടത്? ഡ്രസ്സും കേക്കും ഫുഡും. എന്നെ കളിയാക്കണ്ട, നോക്കിക്കൊടി, നിനക്ക് ബർത്ത്ഡേ വരില്ല, അപ്പൊ ഞാൻ കാണിച്ചു തരാം. പിന്നെ എനിക്ക് നിന്നെ പോലെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഫുഡും കേക്കും ഡ്രസ്സിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അഥവാ വേണമെങ്കിലേ എന്റെ കുടുക്കയെ തന്നെ ഇഷ്ടം പോലെ പൈസ ഞാൻ ഇതെടുത്ത് ആഘോഷിച്ചോളാം. എടി, എങ്കിൽ നീ എനിക്ക് താടി ആ പൈസ, ഞാൻ ഇതെടുത്ത് ആഘോഷിച്ചോട്ടെ എന്റെ ബർത്ത്ഡേ. അമ്പട പുളിസോ, കൊള്ളാലോടി നിന്റെ ഐഡിയ. എടി നല്ല ചേച്ചിയല്ലേ, പ്ലീസ് എടി, എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് ഞാൻ നാണം കെട്ട് പോകും അല്ലെങ്കിൽ. ഓ, എവിടെ നിന്ന് വന്നിട്ട് ഇപ്പൊ ചേച്ചി വിളിയൊക്കെ? നിനക്കതൊക്കെ അറിയാമോ? സോറി ഡി, പ്ലീസ് നീ എന്നെ ഒന്ന് സഹായിക്ക്. ഒന്ന് പോടി അവിടുന്ന്, അവളുടെ ഒരു ബർത്ത്ഡേ. ആദ്യം നീ നിന്റെ അഹങ്കാരം കുറച്ച് കുറയ്ക്ക്, എന്നിട്ട് നമുക്ക് ആലോചിക്കാം ബർത്ത്ഡേ ആഘോഷിക്കണോ വേണ്ടി വന്ന്. വേണ്ട, ആരും വേണ്ട, എനിക്ക് ആരും വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ആഘോഷിച്ചോളാം എന്റെ ബർത്ത്ഡേ. നോക്കിക്കോ, എന്റെ ബർത്ത്ഡേ എങ്ങനെ ആരും ആഘോഷിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും. അയ്യോ, എനിക്ക് ആരുമില്ലേ, എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ആരുമില്ലേ, ഞാൻ ഒറ്റയ്ക്കായി പോയേ. അയ്യോ. എന്നാലും അച്ഛനും അമ്മയ്ക്കും എന്നോട് ഒരു സ്നേഹവും ഇല്ലാതായി പോയല്ലോ. അവരും എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ എന്ത് പറയും? ഇനിയിപ്പോൾ അവരൊക്കെ ചോദിക്കില്ലേ എന്റെ ബർത്ത്ഡേ എങ്ങനെയൊക്കെയാണ് സെലിബ്രേഷൻ ചെയ്തതെന്ന്? സാരമില്ല, അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കും എന്റെ ബർത്ത്ഡേ ആരും ആഘോഷിക്കാത്തത്. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഇന്നലെ എത്ര പ്രാവശ്യം പറഞ്ഞു എന്റെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന്. എന്നിട്ട് ആ ചേച്ചി പോലും എന്നെ സഹായിച്ചില്ലല്ലോ. എനിക്ക് കിട്ടണ പൈസയൊക്കെ എന്റെ കുടുക്കയിൽ കൊണ്ടുപോയിടണം. എന്നിട്ട് വേണം അടുത്ത പ്രാവശ്യം എന്റെ ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിക്കാൻ. ഹോ, കരഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല ക്ഷീണമുണ്ട്, കുറച്ച് കിടന്നുറങ്ങാം. ഇജ്ജെന്താ നോക്കി നിൽക്കുന്നുണ്ട് ദിവളെ? നന്നായിട്ട് ബലിച്ചങ്ങോട്ട് കെട്ട്. എടാ ഉസു, നീ കുറെ സമയമായി കേട്ടോ അതങ്ങോട്ട് കേട്ട് ഇതിങ്ങോട്ട് കേട്ട് എന്നൊക്കെ പറയണത്. അവിടെ നിന്ന് കൽപ്പിക്കുകയല്ലാണ്ട് നിനക്കെന്ത് ഇതൊക്കെ ഒന്ന് വലിച്ചു കെട്ടിയാൽ? എടി മങ്കി മോളെ, ഇനി ഞാൻ ഇഞ്ചമ്മളെ ഉസൂന്ന് വിളിച്ചാൽ ഈ ബലൂൺ എടുത്ത് എന്റെ ചെവിയിൽ വെച്ച് നമ്മൾ പൊട്ടിക്കും കേട്ടോ. ആഹാ, അത്രയ്ക്ക് ധൈര്യമോ? ഇങ്ങോട്ട് വാടാ, എങ്കിൽ ഇങ്ങോട്ട് വാ. വന്ന് നീ ഒന്ന് പൊട്ടിച്ചു നോക്ക്. ഞമ്മക്കാരെയും പേടിയൊന്നുമില്ല. വേണമെങ്കിലേ എന്റെ തലയിൽ വെച്ച് നമ്മൾ പൊട്ടിക്കും. പൊട്ടിക്കാൻ നീ ഒന്ന് വന്ന് നോക്കിയാൽ മതി, അപ്പം നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഷോ, ഒന്ന് നീട്ടുന്നുണ്ടോ നിങ്ങളുടെ വഴക്ക്? ഇവിടെ നിന്ന് നിങ്ങൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയാലേ കുഞ്ഞാവ് ഇതൊക്കെ കേൾക്കും. അവൾ അറിയാതെ നമ്മൾ അവൾക്കൊരു സർപ്രൈസ് പാർട്ടി കൊടുക്കുകയല്ലേ. അവൾ അറിയാതെ ഇതൊക്കെ ഒപ്പിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിയുകയുള്ളൂ. അതിന്റെ ഇടയ്ക്ക് അവരുടെ ഒരു വഴക്ക്. ദാ, ഈ ഉസ്മാനൊക്കെ തുടങ്ങിയിട്ടത്. ഞാനൊന്നുമല്ല, നീ അല്ലേ തുടങ്ങിയിട്ടത്. ആരെങ്കിലും തുടങ്ങട്ടെ, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കും. അച്ഛൻ അമ്മയുടെ കേക്ക് വാങ്ങിക്കാൻ പോയിട്ട് അവരിപ്പോ ഇങ്ങെത്തും. അതിന്റെ മുന്നേ ഡെക്കറേഷൻ പണികളൊക്കെ കഴിക്കണം. അതൊക്കെ പോട്ടെ, അവളെവിടെ കുഞ്ഞാവാ? അവളുടെ അവസ്ഥയൊന്നും പറയാത്തതാ നല്ലത്. അവളെ ഇന്നലെ കുറെ കരഞ്ഞു, എന്റെ ബർത്ത്ഡേ ആരെങ്കിലും ഒന്ന് ആഘോഷിക്കേ, എന്റെ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തതാ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനും അമ്മയും അതിന് മുന്നേ പ്ലാൻ ചെയ്തിരുന്നു അവളുടെ ബർത്ത്ഡേ പൊളിയായിട്ട് ആഘോഷിക്കണമെന്ന്. ആ മണ്ടിക്ക് അതൊന്നും അറിയത്തില്ല. അവളെ അമ്മയോട് പോയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് പറഞ്ഞപ്പോ അമ്മ അവളെ കുറെ ചീത്ത പറഞ്ഞു. എന്നോടും വന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവളെ കുറെ കളിയാക്കി. അച്ഛനോട് പോയി പറഞ്ഞു. അപ്പൊ അച്ഛനും മൈൻഡ് ചെയ്തില്ല. അയ്യോ പാവം. ഇതൊക്കെ അവൾക്കൊരു സർപ്രൈസ് പാർട്ടി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത ചെറിയൊരു പ്ലാനാണ്. ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു അവൾക്കൊരു സർപ്രൈസ് പാർട്ടി കൊടുക്കണമെന്ന്. അതെന്തായാലും പൊളിച്ചു. നമ്മളെ ബർത്ത്ഡേ മിങ്ങനെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ആഘോഷിക്കാറ്. എന്തോരം കേക്കുകളും ഗിഫ്റ്റുകളൊക്കെയാണെന്നാ ഞമ്മക്ക് കിട്ടാറ്. അതെപ്പോഴാണ് നിന്റെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിച്ചത്? ഞങ്ങൾ ഇതുവരെ അറിഞ്ഞില്ലല്ലോ. അത് പിന്നെ അതൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അറിയാതെയാണ് ഞാൻ ആഘോഷിച്ചത്. അങ്ങനെ ഞങ്ങൾ അറിയാതെ ഒരു പരിപാടി നിന്റെ വീട്ടിൽ ഇതുവരെ നടന്നിട്ടില്ല. ഉണ്ട്, എന്റെ വീട്ടിലത്തെ കാര്യം നിങ്ങൾക്കാണ് അറിയുന്നത്. എടാ പുളുവടി ഉസ്മാനെ, നിന്റെ പുളുവടിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവന്റെ ഒരു ബർത്ത്ഡേ ആഘോഷം. പിങ്കി മോളെ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. എന്നെ
ദേഷ്യം പിടിപ്പിച്ചാലേ പിന്നെ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ വരില്ല. ആ നീ വരണ്ടടാ, നീ വരണ്ട. നീ വരാത്തതാ നന്നത്. നിന്റെ കേക്കും കൂടെ എനിക്ക് കഴിക്കാലോ. അമ്പട പുളിസോ, അവിടെ നിൽക്കട്ടെ നിന്റെ ഐഡിയ. ഇന്നെ ഇവിടുന്ന് പറഞ്ഞിട്ട് വേണം എന്റെ കേക്കിന്റെ കഷ്ണം കൂടെ നിനക്ക് കഴിക്കാനല്ലേ? തരില്ല ഞാൻ. ഞാൻ എവിടെയും പോകണമില്ല, ഇവിടെ തന്നെ ഉണ്ടാകും. എന്നോട് സുമ ആന്റി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ബർത്ത്ഡേ ഗംഭീരമായിട്ട് പൊളിച്ച് ആഘോഷിക്കണമെന്ന്. അല്ലടി, അവൾ എവിടെ എന്നിട്ട് കുഞ്ഞാവാ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവളെ കരഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നു. ഞങ്ങളോട് ആരോടും അവളെ മിണ്ടുന്നില്ല. ഞങ്ങളാരും പോയിട്ട് അവളോട് അങ്ങോട്ടും മിണ്ടിയില്ല. ഇതിന്റെ ഒക്കെ ഡെക്കറേഷൻ പരിപാടി കഴിഞ്ഞിട്ട് ഇതിലും വലിയൊരു സർപ്രൈസ് ഉണ്ട് അവൾക്ക് ആ റൂമിൽ വെച്ചിട്ട്. അതെന്ത് സർപ്രൈസ് ആടി? അതോ അവളുടെ ഫേവറേറ്റ് കളറല്ലേ, പിങ്ക് കളർ. ഞങ്ങളെ അവളുടെ ബെഡ്റൂം മൊത്തം പിങ്ക് കളർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അവൾക്ക് സ്ട്രോബെറി കേക്കുമാണ് വാങ്ങുന്നത്. ആണോ? അതൊക്കെ കണ്ടാൽ അവൾക്ക് സന്തോഷമാകും. അതെ അതെ. അതൊക്കെ പോട്ടെ, ഈ ബലൂൺ എവിടെയാണ് വെക്കുന്നത്? അത് നമുക്ക് അവളുടെ റൂമിൽ വെക്കാം. വാ, എങ്കിൽ നമുക്ക് ആ റൂം ഒന്ന് ചെന്ന് നോക്കാം. മക്കളെ, നിങ്ങൾ എവിടെയാ ഉള്ളത്? അതാ അമ്മയും അച്ഛനും വന്നെന്ന് തോന്നുന്നു. നിങ്ങൾ വന്നോ അമ്മ? ഐ, കേക്ക് പൊളിയായിട്ടുണ്ടല്ലോ. അതെടാ കൊതിയ, ഇത് ഞങ്ങൾ പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിച്ചതാ. അതെന്തോന്നാ സുമ ആന്റി അതുമേൽ എഴുതിയത്? മണ്ട, അതെന്തോന്നാണെന്ന് എന്ത് ചോദിക്കാനാ? അത് ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാവ എന്നാണ് എഴുതിയത്. ഓ, ഇങ്ങനെയൊരു മണ്ടൻ. അല്ല മോളെ, അവൾ എവിടെ കുഞ്ഞാവ? അവൾ അവിടെ സോഫയിൽ ഇരുന്ന് ഉറങ്ങുന്നുണ്ടച്ചാ. ശരി, എങ്കിൽ വേഗം വാ, നമുക്കിത് അവളുടെ റൂമിൽ കൊണ്ടുപോയി വെക്കാം. ഓ, കേക്ക് കണ്ടിട്ടേ നമ്മുടെ വായിന്ന് വെള്ളം പൊട്ടുന്നുണ്ട്. എടാ കൊതിയ, മിണ്ടാതെ അങ്ങോട്ട് നടക്ക്. അതിപ്പോ മുറിക്കത്തില്ലേ, അപ്പൊ കഴിക്കാം നിനക്ക്. ഹൈ, എന്ത് ഭംഗിയിലാ ഈ റൂം ഡെക്കറേറ്റ് ചെയ്തത്. എടി സുമേ, നോക്കി നിൽക്കാതെ നീ ആ കേക്ക് അവിടെ വെക്ക്. ശരി സുമേഷ് ചേട്ടാ. പിങ്കി മോളെ, ആ ബലൂൺ ആ സൈഡിൽ വെച്ചോ. ഓക്കെ, ഇങ്ങനെ വെച്ചാ മതിയോ കുഞ്ഞാറ്റെ? ആ മതിയടി, സൂപ്പർ ആയിട്ടുണ്ട്. അല്ലടി, കേക്ക് കട്ട് ചെയ്യാൻ കുഞ്ഞാനെ വിളിക്കണ്ടേ? അതെ അതെ, വേഗം പോയി വിളിക്കവളെ. എന്നിട്ട് വേണം ഞമ്മക്ക് ഒരു പീസ് കേക്ക് കഴിക്കാൻ. ഓ, ഇങ്ങനെയും ഒരു കേക്ക് കൊതിയൻ. അതല്ലേലും അവനെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. കേക്ക് കണ്ടാലേ ഒരു പീസ് എനിക്കും കഴിക്കണം. ഓ, എന്റെ സുമേഷ് ചേട്ടാ, നിങ്ങൾ പിള്ളേരെക്കാൾ അപ്പുറമായോ? അയ്യോ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ് എന്റെ സുമേ. നീ പോയിട്ട് കുഞ്ഞാവെ വിളിച്ചിട്ട് വാ. വേണ്ടച്ചാ, കുഞ്ഞാവേ ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അതാ നല്ലത്. എങ്കിൽ വേഗം ചെല്ല്, ഞങ്ങൾ ഇവിടെ നിൽക്കാം. ശരി അമ്മ. കുഞ്ഞാവേ, എടി കുഞ്ഞാവേ, നീ ഇതെന്ത് ഉറക്കാടി ഉറങ്ങണത്? എടി നിന്നെ അത് അമ്മ വിളിക്കണോ? എന്നെയോ? എന്തിനി? അതൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നത് നിന്നോട് ആ റൂമിൽ തുണിയൊക്കെ ഒതുക്കി വെക്കാൻ പറഞ്ഞു. നിന്നെ ഉണ്ട് റൂമിൽ നിന്ന് അമ്മ വിളിക്കണോ? എനിക്കൊന്നും വയ്യ പോകാൻ. അല്ലെങ്കിലേ മനുഷ്യൻ ഇവിടെ ആകെ ടെൻഷനിലാണ് ഉള്ളത്. അപ്പോഴാണ് ഒരു പണി. അത് നീ അമ്മയോട് തന്നെ ചെന്ന് പറ. അല്ലെങ്കിലും എപ്പം എനിക്ക് മാത്രം എന്താ പണി? അതൊക്കെ നിനക്ക് ചെയ്താൽ പോരെ? എന്റെ പണിയൊക്കെ കഴിഞ്ഞു, ഇനി നിന്റെ പണിയാ ബാക്കിയുള്ളത്. നിന്നോട് വേഗം ചെല്ലാൻ പറഞ്ഞു. ഇതെന്തൊരു ശല്യമാ? മനുഷ്യന് സ്വസ്ഥമായിട്ട് കിടക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ അതൊക്കെ നീ അമ്മയോട് ചെന്ന് പറ. അമ്മേതാ നിന്നെ റൂമിൽ നിന്ന് കാത്തു നിൽക്കുന്നു. നീ അങ്ങോട്ട് ചെന്നിട്ടില്ലെങ്കിലേ നല്ല തല്ലുകൊള്ളലായിരിക്കും. എന്ത് കഷ്ടമായത്! ഈ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. പാവം, അവൾ അറിയില്ലല്ലോ അവൾക്ക് വേണ്ടി വെച്ച സർപ്രൈസ് പാർട്ടി. എന്തായാലും ചെന്ന് നോക്കാം. അല്ലെങ്കിലും അമ്മയ്ക്ക് എന്നോടൊരു സ്നേഹവുമില്ല. എപ്പം നോക്കിയാലും എനിക്ക് എന്തെങ്കിലും വർക്ക് തന്നോണ്ടേയിരിക്കും. ഇതെന്താ ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്? ബലൂണുകളോ? ഇതൊക്കെ എവിടുന്ന് വന്നു? ഇങ്ങനെയൊക്കെ ഇവിടെ ആരാ ചെയ്തത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ ഉറങ്ങിയ സമയം കൊണ്ട് ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും ഞാൻ ഇതെന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്തതായിരിക്കുമോ? ഹേയ്, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. എന്റെ ബർത്ത്ഡേ ആഘോഷിക്കില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഇതൊക്കെ എന്താണ്? നീ എന്തായാലും കുഞ്ഞാവെ ഇവിടെ വായി പൊളിച്ച് നിൽക്കുന്നത്? നിന്നോട് അങ്ങ് അകത്തോട്ടേക്ക് ചെല്ലാനാ പറഞ്ഞത്. അതല്ല കുഞ്ഞാറ്റെ, ഇവിടൊക്കെ ബലൂണുകളൊക്കെ കാണുന്നു. ഇതൊക്കെ എവിടുന്ന് വന്നതാ? ഇവിടെ മൊത്തം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ ആരുടെ പണിയാ? ഓ അതോ, ഇതൊക്കെ ഞാൻ ചെയ്തതാ. ഇത് ഞാൻ വെറുതെ ആ ഷെൽഫിൽ നിന്ന് 2-3 ബലൂൺ കിട്ടി. അപ്പം അതെടുത്ത് വീർപ്പിച്ച് അവിടെ വെച്ചു. പിന്നെ ആ ഷെൽഫിൽ തന്നെ ഉണ്ടായിരുന്നു ഈ ലൈറ്റുകളും, അതും അവിടെ തൂക്കി. അതുകൊണ്ട് അതിനെന്താ? ഓ, അപ്പൊ നിന്റെ പണിയായിരുന്നു ഇതൊക്കെ? അതെ അതെ. ഷേ, ഞാൻ വെറുതെ ആശിച്ചു. ഞാൻ വിചാരിച്ചു എന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്തതായിരിക്കുമെന്ന്. പാവം പൊട്ടി പെണ്ണ്. ഹാപ്പി ബർത്ത്ഡേ മോളൂസേ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാവേ. എന്റെ ബർത്ത്ഡേക്ക് വേണ്ടി വാങ്ങിച്ചതാണോ ഇതൊക്കെ? ഹായ്, ഈ റൂം എന്ത് ഭംഗിയിലാണ് ഡെക്കറേറ്റ് ചെയ്തത്.
ചെയ്തതാണ്. ഒരു കുഞ്ഞു സർപ്രൈസ് പാർട്ടി. എന്താ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്നോ? സൂപ്പർ ആയിട്ടുണ്ടമ്മ. ഹാ, ഈ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തത് നിന്റെ ചേച്ചിയാണ്. എടി കുഞ്ഞാറ്റെ, നീയാണ് ഇതൊക്കെ ചെയ്തത്? പിന്നല്ലാതെ നിന്റെ ബർത്ത്ഡേ വന്നാൽ ഞങ്ങൾ ആഘോഷിക്കാതിരിക്കുമോടി? നിന്നെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ നിന്റെ ബർത്ത്ഡേ ഒന്നും ഞങ്ങൾ ആഘോഷിക്കില്ല എന്ന്. അതെ അതെ, എനിക്ക് ശരിക്കും സങ്കടമായിരുന്നു. അത് പിന്നെ ഞങ്ങൾക്കറിയില്ലേ നിനക്ക് സങ്കടമാകുമെന്ന്. താങ്ക് യു ചേച്ചി. ഹാ, നോക്കി നിൽക്കാതെ ഇനി വേഗം ആ കേക്ക് അങ്ങ് കട്ട് ചെയ്തോ. ഇവിടെ ഒരു കൊതിയ നിന്റെ കേക്കും കാത്തു നിൽക്കുകയാണ്. അല്ല പിന്നെ വേഗം അങ്ങ് കട്ട് ചെയ്തോടേണ്ടി ഇവളെ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാവ, ഹാപ്പി ബർത്ത്ഡേ മോളൂസേ.